Hi everyone. Welcome to the new video of Divine Betas. ഹായ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഏലിയൻ ബെറ്റേനെ നമ്മൾ ഹാഫ് മൂണായിട്ട് ക്രോസ് ചെയ്താൽ എന്ത് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ വെറുതെ ഒന്ന് ക്രോസ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് റിസൾട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആ റിസൾട്ട് കാണിച്ചുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. നമ്മുടെ ഒരു അവതാർ ഹാഫ് മൂണിൻ്റെ ബാച്ചിൽ നിന്ന് നമുക്ക് ഏലിയൻ്റെ പാറ്റേൺസായിട്ട് സിമിലാരിറ്റി ഉള്ള കുറച്ച് പീസുകൾ കിട്ടി. ഞാനൊരു മെയിലിൻ്റെ വീഡിയോ കൂടെ ഇപ്പോൾ കാണിച്ചു തരാം സൈഡിൽ. അപ്പോൾ അതുപോലെ പാറ്റേണുള്ള ഒരു ഫീമെയിലിനെയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ചുമ്മാ അന്നേരം മനസ്സിൽ തോന്നിയതാണ്. കാരണം ഇപ്പം തായ്ലൻഡിലൊക്കെ ഓൾറെഡി ഏലിയൻ ഹാഫ് മൂണൊക്കെ നല്ല രീതിയിൽ കുറച്ച് വീഡിയോസിൻ്റെ അതിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം, അവിടുന്ന് എടുക്കാണ്ടൊന്ന് ട്രൈ ചെയ്യാമെന്നൊക്കെ തോന്നി അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഞാനീ നല്ലൊരു ബ്ലൂ ഏലിയൻ മെയിലിനെ എടുത്തു. എന്നിട്ട് നമ്മൾ ആദ്യം കണ്ട ഫീമെയിലായിട്ട് നമ്മൾ ബ്രീഡിങ്ങിന് ഇട്ടു. അവർ പെട്ടെന്ന് ബ്രീഡായി. ഇനി നമുക്ക് അവരുടെ റിസൾട്ടിലേക്ക് വരാം. ഒരു 3 മാസത്തിന് ശേഷം എന്തായെന്ന് കാണണ്ടേ. എന്താ കണ്ടോളൂ, ഇങ്ങനെ എത്തി. ചേട്ടാ നമ്മൾ അടുത്തേക്ക് വന്ന് കാണിച്ചു തരാം. കൂടുതൽ ഫീമെയിൽസാണ്. നമുക്ക് പ്യുവർ ഏലിയൻ പാറ്റേണിലൊന്നും ഒന്നും തന്നെ കിട്ടിയില്ല. പ്യുവറസ്റ്റ് ഹാഫ് മൂണിലും ഒന്നും കിട്ടിയില്ല. അല്ലെങ്കിലും അങ്ങനെ സിമ്പിളായിട്ട് കിട്ടുന്ന സംഭവം അല്ല അത്, നമുക്കറിയായിരുന്നു. പക്ഷേ നമുക്ക് നല്ല കളറിൽ, നല്ല ബ്രൈറ്റ് കളറിൽ ലോങ് ടൈൽ എന്ന് നമുക്ക് പറയാം. നമുക്ക് സൂപ്പർ ഡെൽറ്റ പോലെ, ഡെൽറ്റ ടൈപ്പും സൂപ്പർ ഡെൽറ്റയും അതിനകത്തുണ്ട്. ഒരു ഫ്ലെയർ ചെയ്യുന്ന വീഡിയോസൊക്കെ നമുക്ക് കാണിച്ചു തരാം. അപ്പം മജോറിറ്റി ഫീമെയിൽസ് ആണെങ്കിലും അത്യാവശ്യം മെയിൽസൊക്കെ ഉണ്ട്. 10-25 മെയിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് പേരെ നമ്മൾ ബോട്ടിൽ ചെയ്തു. കളർ പറയുകയാണെങ്കിൽ ഗ്രീൻ ടൈപ്പും ഉണ്ട്, സ്റ്റീൽ ബ്ലൂ ടൈപ്പും ഉണ്ട്, ബ്ലൂ ടൈപ്പും ഉണ്ട്. പിന്നെ എല്ലാത്തിനും റെഡ്, എഡ്ജിൽ റെഡ് കയറിയിട്ടുണ്ട്. ഒരു ഇമ്പല്ലീസിൻ്റെ ഒക്കെ ടച്ച്. ഇമ്പല്ലീസ് പോലെയല്ല, ഇമ്പല്ലീസിൻ്റെ നല്ല ഫിനിഷിംഗ് ഉള്ള റെഡായിരിക്കും. ഇത് കുറച്ചും കൂടെ ഒരു ക്രോസ് ആയ പോലത്തെ റെഡ് കളറാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് നോർമലി ഒരു വൈൽഡിനെയൊക്കെ നോർമൽ ടൈപ്പ് ബെറ്റയായിട്ട് ക്രോസ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ടുകൾ. അതും വളരെ സെലക്റ്റീവായിട്ടൊരു ഫീമെയിലിനെയൊക്കെ എടുത്ത് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് ഇങ്ങനെ. ഓക്കെ, ഇനി നമുക്ക് ഇവരുടെ ടാങ്കിൽ ബോട്ടിൽ ചെയ്ത കുറച്ച് ആൾക്കാരെയും കൂടെ നമുക്ക് പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ മ്യൂസിക്കൊക്കെ ഇട്ട് കാണിച്ചു തരുന്ന ആഗ്രഹമുണ്ട്. പക്ഷേ മ്യൂസിക്കൊന്നും അങ്ങോട്ട് യൂട്യൂബ് അങ്ങ് സമ്മതിക്കണില്ല. ശരി, ഇപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ കാണാം. അത്യാവശ്യം നല്ല കളർഫുള്ളായിട്ടുണ്ടല്ലേ. ഒരു വൈൽഡിൻ്റെ ലുക്കൊക്കെ ഉണ്ടോയെന്ന് വെച്ചാൽ നല്ലപോലെ ഉണ്ട്. കാരണം ഷൈനിങ് കളേഴ്സ് നമുക്ക് നോർമൽ ഹാഫ് മൂൺ അങ്ങനെ വരില്ല. അത് വൈൽഡിൻ്റെ കിട്ടിയതാണ്. പിന്നെ നമ്മുടെ വെൻട്രൽ ഫിന്നൊക്കെ നല്ല ലോങ് ആണ്. ഡോഴ്സിൽ കുറച്ചും കൂടെ ഷാർപ്പായിട്ട് പോയിൻറ്റഡ് ആണ്. ഇതൊക്കെ വൈൽഡിൻ്റെ ക്യാരക്ടേഴ്സാണ്. പിന്നെ ഏലിയൻ്റെ പാറ്റേൺസ് അത്യാവശ്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഡോഴ്സൽ ഫിന്ന് നോക്കിയാലും കോഡൽ ഫിന്ന് നോക്കിയാലും കുറച്ചൊക്കെ ആ ഒരു സ്ട്രിങ് ഗിറ്റാർ പാറ്റേൺ പോലെയൊക്കെ വന്നിട്ടുണ്ട് ഏലിയൻ്റേതായിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് എക്സ്പെരിമെൻറ്റ് നഷ്ടമായെന്നൊന്നും ഞാൻ പറയുന്നില്ല. നല്ല കളർഫുള്ളായിട്ടുള്ള കുറച്ച് ഐറ്റംസ് കിട്ടി. കുറച്ചെണ്ണമൊക്കെ ഇതൊക്കെ ഇങ്ങനത്തെയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ അടുത്ത് 1-2 പേരൊക്കെ നമ്മൾ ഓൾറെഡി സേവ് ചെയ്തു. ഓക്കെ, എന്തായാലും നമുക്ക് ഇതാണ് റിസൾട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ തിരിച്ചു വരാൻ നോക്കാം. ഇനി അടുത്ത വീഡിയോയുമായി നമുക്ക് പിന്നെയും കാണാം. എല്ലാവർക്കും സ്നേഹം. ബൈ. Bye bye.